നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. അവകാശികൾ എത്താത്ത ഓഹരികൾ കൈമാറാൻ ഡിജി ലോക്കർ. ഓഹരി വിപണിയിൽ അവകാശികളില്ലാതെ വരുന്ന നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ സർക്കാരിൻ്റെ ഡിജി ലോക്കർ സംവിധാനം ഉപയോഗിക്കാൻ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിക്ഷേപർ മരിച്ച ശേഷം ഡെപ്പോസിറ്റുകളിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും ഓഹരികളിലും ഫണ്ടുകളിലുള്ള നിക്ഷേപം അനാഥമായി കിടക്കുന്നത് ഒഴിവാക്കാനാണിത്. ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് സംബന്ധിച്ച വിവരങ്ങളും KYC പുതുക്കുമ്പോഴുള്ള വിവരങ്ങളും ഡിജിറ്റൽ ലോക്കറിലേക്ക് ഉൾപ്പെടുത്തി പരിഹാരമുണ്ടാക്കുന്നതാണ് പരിഗണനയിൽ. ഇതിനായി മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഡിപ്പോസിറ്റുകളും ഓഹരി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ഡിജി ലോക്കറിൽ ലഭ്യമാക്കണമെന്ന് സെബി നിർദ്ദേശിക്കുന്നു. കൂടാതെ നിക്ഷേപർ മരിക്കുന്ന സമയത്ത് KYC വിവരങ്ങൾ KYC രജിസ്ട്രേഷൻ ഏജൻസികളും ലഭ്യമാക്കണം. നിക്ഷേപകൻ മരിച്ചാൽ ആ വിവരം ഡിജി ലോക്കറിൽ അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് അവകാശികൾക്ക് ആസ്തികൾ പേരിലേക്ക് മാറ്റിയെടുക്കാം. ഇക്കാര്യത്തിൽ സെബി കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഡിസംബർ 31 വരെ പൊതുജനത്തിന് അഭിപ്രായം അറിയിക്കാം. ഡിജി ലോക്കർ ഉപഭോക്താക്കൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ടിന് അവകാശിയെ ഉൾപ്പെടുത്തുവാൻ അവസരം നൽകും. നിക്ഷേപർ മരിക്കുന്ന സമയത്ത് ഡിജി ലോക്കറിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യയിൽ നിന്നോ KYC രജിസ്ട്രേഷൻ ഏജൻസിയിൽ നിന്നോ വിവരങ്ങൾ പുതുക്കാം. ഇത്തരത്തിൽ വിവരം ലഭിച്ചാൽ ഡിജി ലോക്കറിൻ്റെ അവകാശികൾക്ക് SMS അല്ലെങ്കിൽ ഇമെയിൽ മുഖേന നേരിട്ട് സന്ദേശം എത്തും. തുടർന്ന് ആസ്തികൾ പേരിലേക്ക് മാറ്റിയെടുക്കാനുള്ള നടപടികൾക്കായി അവകാശികൾക്ക് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനിയെയും ഡെപ്പോസിറ്ററുകളെയും സമീപിക്കാമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. ഡിജി ലോക്കർ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാൻ സർക്കാർ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. ആധാർ, പാൻ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഈ ഡിജിറ്റൽ ആപ്പുകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. 2020 ഡിസംബറിൽ ഇൻഷുറൻസ് പോളിസികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, പുതിയ പെൻഷൻ പദ്ധതിയുടെ രേഖകൾ തുടങ്ങിയവ ഡിജിറ്റൽ ലോക്കറുമായി ബന്ധിപ്പിക്കുന്നതിന് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മ്യൂച്വൽ ഫണ്ടുകളും ഓഹരി നിക്ഷേപങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഇതിൽ ഭാഗമാക്കുന്നത്. വ്യാപാര ദിനത്തിൽ തന്നെ ഇടപാട് തീർക്കുവാൻ 500 കമ്പനികൾ. ഓഹരി വിപണിയിൽ വ്യാപാരം നടത്തുന്ന ദിവസം തന്നെ പണമിടപാടും ഓഹരി കൈമാറ്റവും പൂർത്തിയാക്കുന്ന T+0 സംവിധാനത്തിലേക്ക് കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വിപണി മൂല്യത്തിൽ മുന്നിലുള്ള 500 കമ്പനികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഇത് നടപ്പാക്കും. മാർച്ചിൽ നടപ്പാക്കുന്ന സംവിധാനത്തിൽ ആദ്യഘട്ടത്തിൽ 25 കമ്പനികളുടെ ഓഹരികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷണൽ രീതിയിൽ എല്ലാ ബ്രോക്കർമാർക്കും ഈ സംവിധാനം ലഭ്യമാക്കാൻ സെബി അനുമതി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.